ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന ആ കൊച്ചു പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്ന് വിളിച്ചോതുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അമേരിക്കയിലെ പീറ്റ്സ്ബർഗിൽ 2023 മാർച്ച് മാസത്തിൽ നടന്ന ഒരു സംഭവത്തെപ്പറ്റി നാഷണൽ കാത്തലിക് രജിസ്റ്ററിൽ വന്ന വാർത്ത ഒരിക്കൽ വായിക്കാൻ ഇടയായി. അത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ ഓരോ കുഞ്ഞു പ്രാർത്ഥനകൾക്ക് പോലും സ്വർഗം എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ടെന്ന്. അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകണമെങ്കിൽ ഇനിയുള്ള ആ ഒരു അനുഭവ സാക്ഷ്യം കൂടി നിങ്ങൾ കേൾക്കണം. പീറ്റ്സ്ബർഗ് സ്വദേശിയായ ജോൺ പെട്രോവിച്ച് പതിവ് പോലെ നടക്കാനിറങ്ങിയതായിരുന്നു. ചെറുപ്പം മുതലേ ആംബുലൻസിൻ്റെയോ പോലീസ് വാഹനത്തിൻ്റെയോ സൈറൻ കേട്ടാൽ തൻ്റെ മേൽ തന്നെ കുരിശു വരച്ച് ഒരു പ്രാർത്ഥന ചൊല്ലുന്നത് അവനൊരു ശീലമാക്കിയിരുന്നു. മാർച്ച് മാസത്തിലെ ഒരു ശനിയാഴ്ച രാവിലെ പതിവ് പോലെ സമീപത്തുള്ള റോഡിൽ പെട്രോവിച്ച് നടക്കാനായി ഇറങ്ങി. നടക്കുന്നതിനിടയിൽ ഒരു വീടിൻ്റെ മുന്നിൽ ഒരു ആംബുലൻസ് നിർത്തിയിട്ടിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. നടത്തം നിർത്തി കുരിശു വരച്ച പെട്രോവിച്ച് ഇത്തവണ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഒരു തവണ ചൊല്ലി ആംബുലൻസിനുള്ളിലെ രോഗിയുടെ സംരക്ഷണത്തിനായി കാഴ്ചവെച്ചു. കൊച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം പെട്രോവിച്ച് വീണ്ടും നടത്തം തുടർന്നു. അടുത്തയാഴ്ച വ്യാഴാഴ്ച ജോലി കഴിഞ്ഞ് പെട്രോവിച്ച് തിരികെ വരുമ്പോൾ അതേ വീടിൻ്റെ മുൻപിൽ വീണ്ടും ആംബുലൻസ് നിർത്തിയിട്ടിരിക്കുന്നതായി കണ്ടു. ആംബുലൻസിന്റെ സമീപത്തെത്തിയ പെട്രോവിച്ചിന് നേരെ കൈവീശി ഉള്ളിലുണ്ടായിരുന്ന സ്ത്രീ വണ്ടിയുടെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. പെട്രോവിച്ചിനെ കണ്ടയുടനെ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് താങ്കളോടൊന്ന് സംസാരിക്കണം. എനിക്ക് താങ്കളോട് നന്ദി പറയണം. കാരണം താങ്കൾ എൻ്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ എങ്ങനെയാണ് താങ്കളുടെ ജീവൻ രക്ഷിച്ചത്? ആകാംക്ഷയോടെ പെട്രോവിച്ച് ആ സ്ത്രീയുടെ തിരികെ ചോദിച്ചു. ശനിയാഴ്ച സംഭവിച്ചതെന്താണെന്ന് ആ സ്ത്രീ പെട്രോവിച്ചിനോട് വിവരിച്ചു. ഞാൻ വീട്ടിൽ തനിയെ ആയിരുന്നു. പൊടുന്നനെ തളർന്നു വീഴുകയും ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ മരണത്തിന് കീഴ്വഴങ്ങുകയാണെന്ന് എനിക്ക് തോന്നി. ആശുപത്രി കിടക്കയിൽ ആയിരിക്കുമ്പോൾ ഈശോയുടെ ഒരു ദർശനം എനിക്കുണ്ടാവുകയും ഈ വ്യക്തിയുടെ പ്രാർത്ഥനയാൽ എല്ലാം വേഗം സുഖമാവുകയും ചെയ്യുമെന്ന് ഈശോ എന്നെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഈശോ തൻ്റെ കരം എന്നെ കാണിച്ചു തന്നു. ആ കരങ്ങളിൽ അങ്ങയുടെ മുഖമുണ്ടായിരുന്നു. അതിനാൽ എൻ്റെ ജീവൻ രക്ഷിച്ചതിന് താങ്കളോട് നന്ദി പറയാൻ ഞാൻ കടപ്പെട്ടവളാണ്. മറുപടിയായി നന്ദി എന്ന ഒരു വാക്ക് ഉച്ചരിക്കാനല്ലാതെ മറ്റൊന്നിനും പെട്രോവിച്ചിന് കഴിഞ്ഞില്ല. ആത്മാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനയ്ക്ക് അസാധ്യതകളെ സാധ്യതകളാക്കാൻ കഴിയും എന്നതിനുള്ള ഒരു നല്ല ഉദാഹരണമാണ് ഈ സംഭവം. ഒരു നന്മ നിറഞ്ഞ മറിയത്തിന് ഇത്രമാത്രം ശക്തിയുണ്ടെങ്കിൽ ഒരു ജപമാല പ്രാർത്ഥനയിലെ 50 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനകൾക്ക് എത്ര അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും അല്ലേ? ഒരിക്കൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയെപ്പറ്റി മാത്രം 40 ദിവസം പ്രസംഗിച്ച വിശുദ്ധ തോമസ് അക്വിനാസ് ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഏതാപത്തിലും നമുക്ക് ഈ മഹത്വമുള്ള കന്യകയിൽ അഭയം തേടാം. എല്ലാ പുണ്യപ്രവർത്തനങ്ങളിലും സഹായിക്കാൻ നിങ്ങൾ അവളെ സമീപിക്കുക. ഈ കൊച്ചു സംഭവം 2 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, ചെറിയ ചെറിയ ആത്മീയ ശീലങ്ങൾക്ക് വളരെ ശക്തിയുണ്ട്. അവയെ അവഗണിക്കാതിരിക്കുക. രണ്ടാമതായി, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥ്യം ദൈവസന്നിധിയിൽ അഭിമാനം കൊള്ളുന്നു. മറ്റുള്ളവർക്കായി ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി നീ പ്രാർത്ഥിക്കുമ്പോൾ നീയും കൂടിയാണ് അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് മറക്കാതിരിക്കാം.